ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഞാനിന്ന് വന്നിരിക്കുന്നത് ഒരു അടിപൊളി ഈവനിങ് സ്നാക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ്. കറുകലപ്പം. ഞങ്ങളുടെ നാട്ടിൽ കറുകലപ്പം എന്നാ പറയാ. നമ്മൾ കറുകപ്പട്ടയുടെ ഇല ഉണ്ടല്ലോ, അതുകൊണ്ട് ഒരു അട പോലെ ഇതുപോലെ ഇങ്ങനെ ഉണ്ടാക്കുന്നതാണ് കറുകലപ്പം. അപ്പം നമുക്ക് പിന്നെ ഇതിന് പല പേരാണ് പറയാം, പല സ്ഥലങ്ങളിൽ പല പേരാ പറയാ. നമ്മൾ ബാലീവ്സ് ഉണ്ടല്ലോ, അതാണ് സംഭവം. അപ്പം നമുക്ക് വളരെ ടേസ്റ്റിൽ വളരെ എളുപ്പത്തിൽ എങ്ങനെയാ കറുകലപ്പം തയ്യാറാക്കാൻ നോക്കാം. അപ്പം നമുക്ക് വീട്ടിലിട്ട് കിടക്കാം. അപ്പോൾ കറുകലപ്പം തയ്യാറാക്കാനായിട്ട് നമുക്ക് ആദ്യം വേണ്ടത് കറുകപ്പട്ടയുടെ ഇല വേണം. ബേ ലീവ്സ് ഉണ്ടല്ലോ, അത് ഫ്രഷ് ആയിട്ടുള്ളത് വേണം. അതുപോലെ തന്നെ നമുക്ക് ഗോതമ്പ് പൊടി 3 കപ്പ് എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ 3 കപ്പ് എടുത്തിട്ടുണ്ട്. ഒരു തേങ്ങ മുഴുവൻ ചിരിയതെടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 6-7 ശർക്കര, ഏകദേശം ഒരു 300 ഗ്രാം ഉണ്ടാവും ശർക്കര എടുത്തിട്ടുണ്ട്. നമുക്ക് എങ്ങനെ കറുകലപ്പം തയ്യാറാക്കാൻ നോക്കാം. അപ്പോൾ ആദ്യം നമുക്ക് ഈ ശർക്കര ഒന്ന് മെൽറ്റ് ചെയ്യണം. അപ്പോൾ ഞാൻ പാത്രത്തേക്ക് ശർക്കര ഇട്ട് കൊടുക്കുന്നുണ്ട്. നടിൽ ശർക്കര നമ്മൾ കുറച്ച് മണ്ണൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ എന്തായാലും ഒന്ന് ഉരുക്കി മെൽറ്റാക്കിയതിന് ശേഷം മാത്രം നമുക്കത് ഇട്ട് കൊടുത്താൽ മതി. ഞാൻ അതിലേക്ക് ഒരു 1/2 ഗ്ലാസ് മാത്രം വെള്ളം ഒഴിച്ചിട്ടുണ്ട്. അത് ഉരുകാനുള്ള വെള്ളം മാത്രം ഒഴിച്ചാൽ മതി. കണ്ടിൽ ശർക്കരയൊക്കെ നല്ലോണം ഉരുകി തുടങ്ങി, നല്ലോണം പതഞ്ഞു വന്ന് തുടങ്ങിയിട്ടുണ്ട്. എപ്പോഴും മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ചെയ്യണമെങ്കിൽ കരിഞ്ഞു പോകും. ഇപ്പം നമ്മൾ അതിലിട്ട് ശർക്കര വെള്ളത്തിൽ നല്ലോണം മെൽറ്റ് ആയിട്ടുണ്ട്. ഇതുപോലെ പതയൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട്. ആ സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇങ്ങനെ ശർക്കര ഉരുക്കുമ്പോൾ എന്തെങ്കിലും ശർക്കര എന്തെങ്കിലും അഴുക്കൊക്കെ ഉണ്ടെങ്കിൽ കാണാൻ പറ്റും നമുക്ക്. അപ്പോൾ ഒന്ന് അരിച്ചെടുക്കണത്. ഞാൻ ചൂട്ടോടെ തന്നെ അരിക്കുന്നത്. നമ്മളുടെ അരിപ്പ കുഴപ്പമില്ല, പ്ലാസ്റ്റിക്കിൻ്റെ അരിപ്പിലൊന്നും ചൂട്ടോടെ അരിക്കരുത്. നിങ്ങളിൽ ഇതേപോലത്തെ അരിപ്പല്ലെങ്കിൽ മറ്റ് പ്ലാസ്റ്റിക്കിൻ്റെ അരിപ്പൊക്കെ ആണെങ്കിൽ ചൂടാറിയ ശേഷം മാത്രം അരിച്ച് മാറ്റിക്കാം. 1/2 കപ്പ് നമ്മൾ വെള്ളം ഒഴിച്ചിരുന്നത്, അപ്പോൾ അതിപ്പോൾ ഉരുക്കി വന്നപ്പോൾ കുറച്ചധികം ഉണ്ടാവും. നമുക്കത് സൈഡിലേക്ക് മാറ്റിക്കാം. ഇനി വേറൊരു ബൗളിലേക്ക് നമുക്ക് തേങ്ങ ചിരിയതിട്ട് കൊടുക്കാം. ഞാനൊരു മീഡിയം സൈസിലുള്ള തേങ്ങ ചിരിയതിന് എടുത്തിട്ടുള്ളത്. അപ്പോൾ തേങ്ങയൊക്കെ എത്ര ഇടുമ്പോൾ നമുക്ക് ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ കുറച്ച് കൂടിയാലോ കുറഞ്ഞാലൊന്നും കുഴപ്പമൊന്നുമില്ല. അതിലേക്ക് നമുക്ക് നേരത്തെ ഉരുക്കി വെച്ചാൽ ശർക്കര ഒഴിച്ചെടുക്കാം. ഞാനിവിടെ പറഞ്ഞത് 300 ഗ്രാം ശർക്കരയാണ്. ഒരു 6-7 അച്ചാണ് എൻ്റെ ശർക്കര വലിപ്പം അനുസരിച്ച് എനിക്ക് കിട്ടിയത്. അപ്പോൾ പലർക്കും കിട്ടുന്ന ശർക്കരയുടെ വലിപ്പം അനുസരിച്ചിട്ട് അത് എൻ്റെ നമ്പേഴ്സ് മാറും. പക്ഷെ ഞാൻ എടുത്തത് ഒരു 300 ഗ്രാമാണ് മൊത്തം എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് മധുരം കുറവ് വേണമെങ്കിൽ കുറച്ച് 5 ശർക്കരയൊക്കെ ആഡ് ചെയ്താൽ മതി. അത് ഓരോരുത്തരുടെ ടേസ്റ്റ് അനുസരിച്ചിട്ട് മാറ്റിക്കൊണ്ടിരിക്കാം. നല്ലോണം മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് അതിലേക്ക് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിരുന്ന ഗോതമ്പ് പൊടി ഉണ്ടല്ലോ, ഞാൻ ഇവിടെ 3 കപ്പാണ് എടുത്തിട്ടുള്ളത്. 250 കപ്പിൽ 3 കപ്പ് ഗോതമ്പ് പൊടി. അപ്പോൾ അത് നമുക്ക് മുഴുവൻ ഒരുമിച്ചിടരുത്, കുറച്ച് എടുത്തിട്ട് ഇട്ടിട്ട് മിക്സ് ചെയ്ത് നോക്കാം. നമുക്ക് അങ്ങനെ ചിലപ്പോൾ പലരെടുക്കുന്ന വെള്ളത്തിൽ ചെറിയ മാറ്റങ്ങളൊക്കെ വരുമല്ലോ. അപ്പോൾ നമ്മൾ കുറച്ച് ഇട്ടെടുക്കാം. 3 കപ്പ് എടുത്തിട്ട് എല്ലാം ഒരുമിച്ചിട്ട് ഇടരുത്. ഇപ്പോൾ ഇത്തിരി മെഷർമെൻറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടൊന്നും മാറില്ല, ഒരു കുഴപ്പമില്ല, നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാവുന്നുള്ളൂ. ഇത്തിരി വെള്ളം കുടിക്കഴിഞ്ഞാൽ നമുക്ക് പൊടി വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. അല്ലെങ്കിൽ പൊടിയൊക്കെ കൂടണമെങ്കിൽ ഇത്തിരി ശർക്കര അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ഇത്തിരി ചൂടുള്ള ഇട്ട് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാവുന്നുള്ളൂ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് കറക്റ്റ് മെഷർമെൻറ്റ് എടുക്കണമെന്നൊന്നുമില്ല, ഏകദേശം കറക്റ്റ് ആയാൽ മതി. അപ്പോൾ ഞാനിത് കാണിച്ചത് ലാസ്റ്റിൻ്റെ കൺസിസ്റ്റൻസി എങ്ങനെയാണ് നമ്മൾ അടിയൊക്കെ ഉണ്ടാക്കുന്നത്, ആ ഒരു കൺസിസ്റ്റൻസിയാണ് വേണ്ടത്. അപ്പോൾ ഞാൻ കുറേശ്ശെ പൊടി ആഡ് ചെയ്തു. ഞാൻ കൈ കൊണ്ട് തന്നെ മിക്സ് ചെയ്യാൻ പോകുന്നത്. എപ്പോഴും കൈ കൊണ്ട് മിക്സ് ചെയ്യണം, എപ്പോഴും നല്ലത്. അപ്പോൾ ഈ പൊടിയും തേങ്ങയും ശർക്കരയൊക്കെ നല്ലപോലെ മിക്സ് ആയി കിട്ടും. പിന്നെ നിങ്ങൾക്ക് ഈ സെയിം റെസിപ്പി തന്നെ ഗോതമ്പ് പൊടിക്ക് പകരം അരിപ്പൊടി ഉപയോഗിച്ചിട്ടും ചെയ്യാം. എങ്ങനെ ചെയ്താൽ നല്ല ടേസ്റ്റ് തന്നെയായിരിക്കും. കണ്ടില്ല, ഇതാണ് കൺസിസ്റ്റൻസി. നമുക്ക് അടയുടെ കൺസിസ്റ്റൻസി വന്നിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ഒരു 1/4 കപ്പിൽ താഴെ കുറച്ച് പൊടി മാത്രം ബാക്കി വന്നു. അപ്പോൾ ഞാനത് മാറ്റിക്കുന്നുണ്ട്. അപ്പോൾ അതുപോലെ നോക്കിയിട്ട് വേണം ചെയ്യണമെങ്കിൽ. കറുകലപ്പത്തിനുള്ള മിക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് ഞാനിവിടെ ഇഡ്ഡലി തട്ടിലാണ് ഈ ഒരു അപ്പം ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ അതിൽ കുറച്ച് വെള്ളം ചൂടാക്കി വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് കറുകയുടെ ഇല ഒന്ന് കീറിടാം. വെള്ളത്തേക്ക് തന്നെ കുറച്ച് കറുകലൊക്കെ ഇങ്ങനെ കീറിടുമ്പോൾ നല്ലൊരു ഫ്ലേവർ കിട്ടും നമ്മളുടെ അപ്പത്തിന്. അപ്പോൾ അങ്ങനെ ട്രൈ ചെയ്യാത്തിട്ടുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്, അടിപൊളിയാണ്. അപ്പോൾ ആ സമയം നമുക്ക് കറുകലപ്പം ഒന്ന് സെറ്റ് ചെയ്യാം. അപ്പോൾ അതിനുവേണ്ടി ഞാൻ അത്യാവശ്യം വലിപ്പമുള്ള കറുകല എടുത്തിട്ടുള്ളത്. കറുകപ്പട്ടയുടെ ഇലയുണ്ട് ഈ കറുകല എന്ന് പറയണത്. അതിന് പല സ്ഥലത്തും പല പേരാ പറയുക. ചിലർ വഴനയിലാന്ന് പറയും, അതുപോലെ ഇലമംഗലം എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പോൾ ഈ ബാലീവ്സാണ് സംഭവം, ഫ്രഷ് ആയിട്ടുള്ള ബാലീവ്സ്. അപ്പോൾ അതിലേക്ക് നമ്മൾ ഇലയുടെ വലിപ്പത്തിനനുസരിച്ചിട്ട് ചെറിയൊരു ബോളാക്കിയിട്ട് ആ മിക്സ് എടുത്തിട്ട് ഇതേപോലെ കൈ കൊണ്ടൊന്ന് പതുക്കിനെ പ്രസ് ചെയ്ത് കൊടുക്കുക. അങ്ങനെ നമ്മൾ അടയ്ക്കൊക്കെ പരത്തുന്ന പോലെ ഒന്ന് പതുക്കിനെ പ്രസ് ചെയ്ത് അധികം തിക്കാക്കണ്ട, കുറച്ച് തിന്നായിട്ട് പരത്തില്ല ടേസ്റ്റ് ഉണ്ടാവാം. കൈമ ഒട്ടി പിടിക്കും തോന്നിക്കഴിഞ്ഞാൽ സൈഡിൽ ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം വെച്ചാൽ മതി. അപ്പോൾ അതൊന്ന് ജസ്റ്റ് ഒന്ന് മുക്കിയിട്ടൊന്ന് കുടഞ്ഞിട്ട് ഇതേപോലെ ഒന്ന് പരത്തി കഴിഞ്ഞാൽ നല്ല പെട്ടെന്ന് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. ഇതേപോലെ ചെയ്യാം.
ഇതിപ്പോൾ ഞങ്ങളുടെ വീട്ടിലുണ്ടായാലേ അപ്പോൾ അത്യാവശ്യം വലിപ്പമുള്ള ഇലയാണ് ഞങ്ങൾക്ക് കിട്ടിയത്. പല വലിപ്പത്തിലുള്ള ഇല ഇത് അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങൾ കിട്ടുന്നതനുസരിച്ചിട്ട് ചെയ്യാം. എന്നിട്ട് ഇതുപോലെ ഒന്ന് മടക്കി 2 സൈഡിൽ നിന്ന് പ്രസ് ചെയ്തിട്ട് സൈഡിലേക്ക് മാറ്റി വയ്ക്കാം. അതുപോലെ നമുക്കിത് ഓരോന്നും ഇങ്ങനെ ചെയ്തെടുക്കാം. കണ്ടില്ലേ, ഇപ്പോൾ എനിക്ക് ഏകദേശം ഒരു 25-26 കറുകയിലപ്പം ഈ ഒരു മെഷർമെൻറ്റിൽ കിട്ടിയിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ എടുക്കുന്ന ഇലയുടെ വലിപ്പം അനുസരിച്ചിട്ടായിരിക്കും അപ്പം തന്നെ നമ്പേഴ്സ് വരാം. അത് കറക്റ്റ് പറയാൻ പറ്റില്ല. അപ്പോൾ നമ്മളുടെ ഇഡ്ഡലിത്തട്ടിൽ വെള്ളം വെച്ചൊക്കെ ചൂടായിട്ടുണ്ട്. നല്ലോണം സ്റ്റീമൊക്കെ വന്നു തുടങ്ങുന്ന സമയത്ത് അതിലേക്ക് ഒരു തട്ട് വെച്ചിട്ട് നമുക്ക് ഈ ഇല ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. എല്ലാം ഒരുമിച്ചിട്ട് ഇട്ട് കൊടുക്കാം, കുഴപ്പമൊന്നുമില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ സെയിം സാധനം കുക്കറിലും ചെയ്യാം. നമുക്ക് സ്റ്റീം വന്നാൽ മതി. അപ്പോൾ ഇഡ്ഡലിത്തട്ടാകുമ്പോൾ കുറച്ചധികം കൊള്ളുമല്ലോ, പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ എങ്ങനെയായാലും നമുക്ക് ചെയ്തെടുക്കാം, അത് കുഴപ്പമൊന്നുമില്ല. ഇനി സെയിം റെസിപ്പി ഞാൻ പറഞ്ഞ അരിപ്പൊടി വെച്ചിട്ടും ചെയ്യാം, എങ്ങനെയായാലും ചെയ്യാം. നമുക്ക് നല്ലോണം നമ്മൾ ടൈറ്റായിട്ട് മൂടിക്കത്. ഇപ്പോൾ ഒരു 20 മുതൽ അരമണിക്കൂർ വരെ ടൈം എടുക്കും നമുക്കിത് വെവാനായിട്ട്. ഇപ്പോൾ കണ്ടില്ലേ, നല്ലോണം വെന്തിട്ടുണ്ട്, നല്ല സ്മെല്ലൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. ഇത് തുറക്കുമ്പോൾ തന്നെ ഭയങ്കര ഒരു ഫ്ലേവർ, നല്ലൊരു സ്മെല്ല് വരും. കറുകയിലയുടെ നല്ലൊരു സ്മെല്ല് വരും. അപ്പോൾ നമുക്കിത് ഓപ്പൺ ചെയ്തോക്കാം. നല്ല ചൂടാണ്. ഒന്ന് തുറന്ന് ഞാൻ കാണിച്ചു തരാം. കണ്ടില്ലേ, നമ്മുടെ ഇഴ തീരൊട്ടി പിടിച്ചിട്ടൊന്നുമില്ല, കറക്റ്റായിട്ട് ഇട്ട് പോന്നിട്ടുണ്ട്. ശരി, ചൂടായിട്ട് കഴിക്കാനുള്ള ടേസ്റ്റ്. അപ്പോൾ നമ്മുടെ കറുകയിലപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് കുട്ടികൾക്ക് വലിയവർക്കൊക്കെ ഒരേ പോലെ ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പി ആയിരിക്കും. പണ്ട് മുതൽ ഞങ്ങളെ വീട്ടിൽ എപ്പോഴും ഞങ്ങൾക്ക് അമ്മ തയ്യാറാക്കുന്നത് നല്ല ചൂട് ചായയുടെ ഒക്കെ ഉണ്ട്. നമുക്ക് ഈവനിങ് ഒരു സ്നാക്കായിട്ട് കഴിക്കാൻ പറ്റിയൊരു റെസിപ്പിയാണിത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്.